മലപ്പുറം നിലമ്പൂർ മതിൽമൂലയിൽ കാട്ടാന കൃഷി നശിപ്പിച്ചു. മുല്ലേരി സുബ്രഹ്മണ്യന്റെ കൃഷിയിടത്തിലെ 100 കണക്കിന് വാഴകളാണ് കാട്ടാന നശിപ്പിച്ചത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. പാട്ടത്തിലെത്തിക്കൊണ്ടാണ് കൃഷി ചെയ്യുന്നത്. തെങ്ങും തോട്ടം പാട്ടത്തിലെത്തിക്കൊണ്ട് അതിൻ്റെ ഇടയിലാണ് വാഴ വെച്ചത്. അതൊരു 5 മാസം കഴിഞ്ഞ വാഴ, 2 മാസം കൂടി കഴിഞ്ഞാൽ കുറേ 1000 വാഴ വെച്ചതാണ്. ഈ കാണുന്ന വാഴ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളത്. ഇത് കംപ്ലീറ്റ് പന്നി, കുറേ ആദ്യം പന്നി കളഞ്ഞു. ഇപ്പോൾ ആന 2-3 ദിവസമായിട്ട് ദിവസം വന്നു. ഇന്നലെ രാത്രിയോട് കൂടി 15-ഓളം വാഴ കളഞ്ഞു. ഞങ്ങൾ കാവപ്പുറയായിട്ടുള്ള ഷെഡ് ആകെ തകർത്തി കളഞ്ഞു. എന്തായാലും കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ട്. തിരൂരിൽ നിന്ന് വിവരങ്ങളുമായി സമീർ. ഈ പ്രദേശം ഇങ്ങനെ കാട്ടാന ഭീഷണി നേരിടുന്ന ഒരു പ്രദേശമാണോ, അതോ ഇത് ആദ്യത്തെ അനുഭവമാണോ? വന്യമൃഗശല്യം രൂക്ഷമായൊരിടമാണ് ഈ മതിൽമൂല എന്നുള്ളതാണ്. ഇന്ന് പുലർച്ചെയാണ് ഏറ്റവും ഒടുവിൽ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചിരിക്കുന്നത്. മുല്ലേരി സുബ്രഹ്മണ്യന്റെ കൃഷിയിടത്തിലേക്ക് എത്തിയ കാട്ടാന ഇന്ന് മാത്രം 200ഓളം വാഴകൾ നശിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 800ഓളം വാഴകളാണ് ഈ ഭാഗത്ത് നശിപ്പിച്ചത് എന്നുള്ളതാണ് ഈ സുബ്രഹ്മണ്യൻ വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, ഈ സോളാർ വൈദ്യുത വേലിയും ഒപ്പം തന്നെ വാഴത്തോട്ടത്തിലെ കാവൽപ്പുരയും എല്ലാം തന്നെ ഈ കാട്ടാന നശിപ്പിച്ചിരിക്കുകയാണ്. അകമ്പാടം എരുമമുണ്ട റോഡിനോട് ചേർന്ന സ്ഥലത്താണ് ഈ കാട്ടാനയുടെ വിളയാട്ടം ഇന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ മേഖലയിൽ ഏതാണ്ട് 6ഓളം കാട്ടാനകളാണ് ഈ ഇടയ്ക്കിടെ വന്നുകൊണ്ട് ഇത്തരത്തിൽ ഒരു ശല്യം ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് കർഷകർ വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി സമീർ ബിൻ കരീം ആണ് വിവരങ്ങൾ നൽകിയത് തിരൂരിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.